CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 21-ന് കോടതി വിധി പറയും. കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ കേസിലാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി 21-ന് വിധി പറയുന്നത്. 2026 മാർച്ച് 16 ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ അമ്മയായ യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മൊഴി നൽകുകയായിരുന്നു. യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുപ്പുളശ്ശേരി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി പ്രസവിച്ചു. യുവതിയുടെ പരാതിയിന്മേൽ മങ്കര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചെറുപ്പുളശ്ശേരി പുത്തനാലയ്ക്കൽ തട്ടാരുതൊടിയിൽ P. പ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിലാണ് കോടതി വിധി പറയാനൊരുങ്ങുന്നത്. ഈ മാസം 21-ന് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പറയും. 2-വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന പ്രകാശൻ കഴിഞ്ഞ വർഷം ജൂണിലാണ് യുവതിയെ പീഡിപ്പിച്ചത്. ബിരുദ പഠന സമയത്താണ് യുവതിയും യുവാവും അടുപ്പത്തിലാകുന്നത്. 2018 ജൂൺ ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം 11 മണിക്ക് കോളേജ് മാഗസിൻ തയ്യാറാക്കുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ചെറുപ്പുളശ്ശേരി ജംഗ്ഷനിലെ പാർട്ടി ഓഫീസിൽ പോയപ്പോൾ യുവാവ് ലൈം ജ്യൂസിൽ ലഹരി മരുന്ന് ചേർത്ത് മയക്കി പീഡിപ്പിച്ചെന്നും തുടർന്ന് യുവതി ഗർഭിണിയായെന്നും ഈ മാസം 16-ന് പ്രസവിച്ചെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടി ഓഫീസിൽ യുവതി ചെന്നപ്പോൾ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. SFI പ്രവർത്തകയായിരുന്ന യുവതി പാർട്ടി ഓഫീസിൽ പോയിരുന്നെന്നാണ് പോലീസിനുള്ള വിവരം. എന്നാൽ യുവാവ് കോളേജിൽ പഠിച്ചിട്ടില്ലെന്നും CPMുമായി ബന്ധമില്ലെന്നും CPM നേതൃത്വം അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ചാനൽ ചെറുപ്പുളശ്ശേരി. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.